കാട്ടിലെ താരം. പച്ച പുതച്ചു കിടക്കുന്ന മേഘമലക്കാട്. അവിടെയാണ് നമ്മുടെ കഥ നടക്കുന്നത്. കാടിന്റെ കിഴക്ക് ഭാഗത്തുള്ള പുഴക്കരയിലാണ് നമ്മുടെ പിങ്കുവിന്റെ വീട്. പിങ്കു ഒരു കുഞ്ഞു മുള്ളൻ പന്നിയാണ്. പുഴക്കരയിലെ മാളത്തിൽ ഒറ്റയ്ക്കാണ് അവന്റെ താമസം. കാടിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും കൂട്ടം തെറ്റി വന്നതാണവൻ. അതുകൊണ്ട് തന്നെ കാട്ടിലെ മുള്ളൻ പന്നിക്കൂട്ടം അവനെ കൂടെ കൂട്ടാറില്ല. കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളാകട്ടെ അവന്റെ കൂർത്ത് നീണ്ട മുള്ളുകൾ കണ്ട് പേടിച്ചോടും. മറ്റു ചിലരാകട്ടെ അവന്റെ രൂപത്തെ കളിയാക്കും. കാണാൻ ഭംഗിയില്ലെന്നും കൂടെ കൂട്ടില്ലെന്നും പറയും. പാവം നമ്മുടെ പിങ്കു കൂട്ടുകാരാരുമില്ലാതെ കാട്ടിൽ ഒറ്റയ്ക്കായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വെള്ളം കുടിക്കാൻ പുഴക്കരയിൽ വന്ന് മിങ്കുമുയൽ കരയിൽ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പിങ്കുവിനെ കണ്ടു. മിങ്കുമുയൽ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ചങ്ങാതി? മിങ്കുമുയൽ ചോദിച്ചു. പിങ്കു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട മിങ്കുവിന് സങ്കടമായി. അവൾ പറഞ്ഞു, വിഷമിക്കേണ്ട പിങ്കു, ഞാൻ നിന്നെ കൂടെ കൂട്ടാം. ഇനി മുതൽ നീ എൻ്റെ ചങ്ങാതി. ഇത് കേട്ട പിങ്കുവിന് സന്തോഷമായി. അങ്ങനെ അന്ന് മുതൽ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായി. അങ്ങനെയിരിക്കെ തൊട്ടടുത്ത കാട്ടിൽ നിന്നും ഒരു ദുഷ്ടൻ കടുവ മേഘമലയിലെത്തി. മൃഗങ്ങളെ ഓരോന്നായി ആ ദുഷ്ടൻ കടുവ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നമ്മുടെ പിങ്കുവും മിങ്കുവും ഈ കടുവയുടെ മുമ്പിൽ പെട്ടു. പേടിച്ചരണ്ട മിങ്കു ഓടടാ ഓട്ടം. എന്നാൽ പിങ്കു എന്ത് ചെയ്തെന്നോ? തൻ്റെ കൂർത്ത മുള്ളുകൾ ഓരോന്നായി കടുവയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറ്റി. വേദന കൊണ്ട് പുളഞ്ഞ കടുവ ജീവനും കൊണ്ടോടി. ദുഷ്ടനായ കടുവയെ കാട്ടിൽ നിന്നും തുരത്തിയ നമ്മുടെ പിങ്കുവിനോട് മൃഗങ്ങളെല്ലാം നന്ദി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന പിങ്കു കാട്ടിലെ സ്റ്റാറായി.